ശ്വാസം കിട്ടാത്ത നിലയ്ക്ക് കാശില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? സുഹൃത്തുക്കളെ, സുഹൽ തച്ചോടിയാണ് വെളുത്തൂര്. ഇന്ന് ഞാൻ ഞങ്ങളെ നാട്ടിലെ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ കൂടെയുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാ ചോദിച്ചേ? നല്ലതന്നെ. നല്ലതന്നെ. അതെ, ഞങ്ങൾക്ക് എന്താ പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്താ കൂലി കിട്ടുന്നില്ല. കൂലി കിട്ടണില്ലേ? അതെ, 4-5 മാസമായി കിട്ടിയിട്ട്. ഒക്ടോബർ, ഇതിപ്പോ നവംബർ, ഡിസംബർ. എന്റെ ADSL ഉണ്ണിക്ക് എന്താ പറയുള്ളത്? ഉണ്ണി പറയും. തൊഴിലാളികൾക്ക് കൂലി ഒക്ടോബർ 2025 കിട്ടിയതാണ് കൂലി. ഇപ്പോ 3 മാസം കഴിഞ്ഞു. അതെ, ആർക്കെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തോ? പണിയുണ്ട്, ഇന്ന് കിട്ടും നാളെ കിട്ടും വിചാരിച്ചിട്ടുള്ള കാത്തിരിപ്പിൽ ഇരിക്കുകയാണ്. പക്ഷെ ആൾക്കാര് പറഞ്ഞ നിങ്ങൾ തൊഴിലുറപ്പല്ല തണലുറപ്പാണ്. ഇതൊന്നും തണലല്ല. അപ്പൊ ഈ വീഡിയോ കാണാൻ നോക്കിക്കോളൂ, ഇതൊക്കെ ഇവര് പണിയെടുത്താണ്. വെള്ളം നനച്ച് ഉതിർത്തിട്ടാണ് ഞങ്ങൾ. എത്രയാണ് ഒരു ദിവസം കൂലി? ഒരു ദിവസം 369. 369 ഒരു ദിവസം. എത്ര മണിക്കൂർ എടുക്കും പണി? അത് 9 മണിക്ക് വന്നാല് 5 മണി വരെ. അതെ, അതിലിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോകല് ഭയങ്കര ഒരു റിസ്ക് ഉള്ള പരിപാടിയാ. അതല്ലേ. അപ്പൊ ഇത് ശമ്പളം ആർക്കും കൊടുത്തില്ല? കേരളത്തിൽ ആർക്കും ഇല്ലേ? അത് ഇവിടെ മാത്രാണ്? ഞങ്ങൾക്ക് 6/10/2025 കിട്ടിയതാ. 6/10 അല്ലേ? ഇതിപ്പോ ജനുവരി ആയി. 3 മാസം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആയില്ലേ? 15-ാം തീയതി ആയില്ലേ? 3-3.5 മാസം. അതാണ് ഇപ്പൊ അവസ്ഥ. ഇത് എല്ലാ ദിവസവും പണി ഉണ്ടാവും? പണിയുണ്ട്, ശമ്പളം ഇല്ല, കൂലി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് കാണുന്ന അധികാരികൾ ഇവർക്ക് കൂലി കൊടുക്കാനുള്ള പരിപാടി എന്താ വെച്ചാ എത്രയും പെട്ടെന്ന് നോക്കണം. നിങ്ങള് പാട്ട് പാടൂലേ? നിങ്ങള് നീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ, എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണു നീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി ഞാൻ, സങ്കൽപ്പങ്ങളെ ചന്ദനം പൂശും കർപ്പൂര കിണ്ണവുമാ. അടിക്കേണ്ട ടൈമിലാണ് പോലെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത്. അപ്പൊ ഇവർക്ക് ഈ പാട്ടും കളി തന്നെ ഉള്ളു ഇപ്പൊ. അപ്പൊ ഇവർക്ക് കൂലി കൊടുക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ശ്വാസം കിട്ടാത്ത നിലയ്ക്ക് കാശില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഞങ്ങളൊക്കെ 60-70 വയസ്സായിട്ടുള്ള ആൾക്കാരാ. ഇത് കിട്ടിയാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് കിട്ടാനുള്ള തരണം, അത്രയേ ഉള്ളൂ. അപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്നത് ആര്? മറ്റേ കേന്ദ്ര സർക്കാരോ അതോ കേരള സർക്കാരോ? അതിനൊരു അടിയന്തരമായി ഒരു പദ്ധതി വേണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അമ്മമാരൊക്കെ പ്രായമുള്ള ആളുകളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് കൂലി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുള്ള സംവിധാനം എന്താ വെച്ചാൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.